വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ വിൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ നിങ്ങളുടെ സ്പെസിഫിക് വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ആ ഒരു ടൈമിൽ കാർഡ് ഷഫ്റ്റ് ചെയ്യും. ഐ ഡോണ്ട് നോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഒരു എനർജി എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. മേജർ ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ കറൻ്റ്ലി നടക്കാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ വാട്ട് എൽസ്. Please guide me universe, please guide me divine. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ്? കാർഡ്സൊക്കെ നമുക്ക് നോക്കാം. എല്ലാം കൂടെ നോക്കിയതിന് ശേഷം പിന്നീട് നമുക്ക് Devil, നിങ്ങളുടെ വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഞാനിവിടെ പറയും, നിങ്ങളുടെ വ്യക്തി കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ്. കറൻ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ്. അപ്പോൾ ഇവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത് ഒരിക്കലും ഇവരുടെ ഇഷ്ടത്തിനല്ല നിൽക്കുന്നത്. അത് ആസ് എ റെസ്പോൺസിബിലിറ്റി, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് അത് ഫാമിലി റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഈ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടാണ് ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. കാരണം തേർഡ് പാർട്ടി 10 of Wands എനർജീസ് വന്നിട്ടുണ്ട്, 10 of Pentacles എനർജീസ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കറൻ്റ്ലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ കൺഫ്യൂസ്ഡുമാണ്. കറൻ്റ്ലി ഇവർക്ക് അറിയത്തില്ല നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങളിനി വേറെ റിലേഷൻഷിപ്പിൽ വല്ലതും പോയോ, നിങ്ങളിനി മാരേജ് വല്ലതും ചെയ്തോ, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്? ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു കാർഡ് കണ്ടോ, ഇത് 8 of Cups കാർഡാണല്ലേ. ഈ ഒരു കാർഡ് നോക്കുവാണെങ്കിൽ ഒരു വ്യക്തി ഇവിടെ ഒരു കപ്സിനെ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്നത് കാണാൻ പറ്റും അല്ലേ. ഇവിടെ വാട്ടർ ബോഡീസിൻ്റെ കപ്സ് ഉണ്ട്. വാട്ടർ മീൻസ് വാട്ട്? ഇമോഷൻസ്, ഹേർട്ടിൻ്റെ എനർജീസ് ആണ് കാണുന്നുള്ളത്. ഇറ്റ്സ് ലൈക്ക് സോൾ എനർജീസ് ആണ്. ഓക്കെ, സോ ഈ ഒരു കപ്സ് വേണ്ടെന്ന് വെച്ചിട്ടാണ് മനഃപൂർവ്വം ഈ ഒരു കപ്സിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ഒരു കപ്സിനെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു പെൻഡക്കിൾസ് ചൂസ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി പോകുന്നുള്ളത്. കാരണം പെൻഡക്കിൾസ് മീൻസ് വാട്ട്? പ്രാക്ടിക്കാലിറ്റി, 3D അല്ലേ. 3D ലെവലിൽ, അതായത് ലോജിക്കിനെയാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു പെൻഡക്കിൾസിനെ ഉപേക്ഷിച്ച് ഈ ഒരു വ്യക്തി പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഹാപ്പിയല്ല. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മൂൺ ഫേസസ് കണ്ടോ, ഇവിടെ ഈ ഒരു വ്യക്തി ഡൗൺ ആണ്. സ്റ്റിൽ ഈ ഒരു വ്യക്തി ഈ ഒരു 8 കപ്സിനെയും ഉപേക്ഷിച്ച് പോവുകയാണ്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് ഈ 8 കപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യക്തി ഇവർ സാക്രിഫൈസ് ചെയ്യുകയാണ് ആ 8 കപ്സിനെയും. വേറെ ഓപ്ഷനില്ല. സോ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഈ ഒരു വ്യക്തി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി. പക്ഷേ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ആ ഒരു സാഹചര്യമായിരിക്കാം ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഒരു സെപ്പറേഷൻ ഫേസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കട്ട് ഓഫ് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു വ്യക്തിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ ഫാമിലി ഉണ്ട്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി ഒരു ഫാമിലി പേഴ്സണുമാണ്. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഭയങ്കര ഫാമിലി പേഴ്സൺ ആണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇവരെ കഴിഞ്ഞ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഉറപ്പായിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ചൂസ് ചെയ്യാതെ നിങ്ങളെ സാക്രിഫൈസ് ചെയ്തത്. മനസ്സിലായോ? ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. അപ്പം ഇതാണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വ്യക്തിയുടെ തോട്ട്സ് എനർജീസാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇവർ കറൻ്റ്ലി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ഇവർക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇവർ ഹെർമിറ്റ് ഫേസിലാണ്, സ്പിരിച്വൽ അവേക്കനിങ് ഫേസിലൂടെയാണ് ഈ ഒരു വ്യക്തി കറൻ്റ്ലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. ലൈക്ക് നിങ്ങൾ വിചാരിക്കുകയാണ് ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല, മെസ്സേജ് ചെയ്യുന്നില്ല, തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ തേർഡ് പാർട്ടിയുടെ കൂടെ ഈ ഒരു വ്യക്തി നിൽക്കുക എന്നുള്ളത് അവരുടെ സാഹചര്യമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. സോ വേറൊരു ഓപ്ഷൻ അവർക്കില്ല അവിടെ. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി ആ തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നുള്ളത്. അത് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി മൂവ് ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഇതുവരെ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഈ ഒരു നിമിഷം പോലും ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിലേക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയിട്ടും ഈ ഒരു കണക്ഷനെ എന്താ പറയുക, ഈ ഒരു കണക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷനെ ഒരു റീബർത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി എനിക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഇപ്പോഴുള്ള തോട്ട്സുകൾ പോലും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ എങ്ങനെയെങ്കിലും റീയൂണിയൻ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. 11 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 111 കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 333 കാണുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ റീയൂണിയൻ്റെ ചാൻസസ് ആണ് എനിക്കിവിടെ കാണുന്നുള്ളത്. 111 ഏഞ്ചൽ നമ്പേഴ്സ് പറയുന്നത് റീയൂണിയനെ കുറിച്ചിട്ടാണ്, ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. മനസ്സിലായി? ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ വേണം എന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നുള്ളത്. ആ ഒരു എനർജീസാണ് എനിക്കിവിടെ കാണാനും പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് എങ്ങനെ നിങ്ങളുമായിട്ടൊരു റീയൂണിയനിലേക്ക് വരാൻ പറ്റുമെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. നിങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഇവരുടെ ഷോൾഡറിൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇവർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇനി ഈ ഒരു വ്യക്തി വൈകി പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. നിങ്ങൾ വേറെ മാരീഡ് ചെയ്തു പോയി, നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെ പാർട്ട്ണർ വന്നോ, നിങ്ങൾ വേറെ മാരീഡ് ചെയ്തോ എന്നൊക്കെ ഈ ഒരു വ്യക്തി ഇരുന്നങ്ങ് ചിന്തിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും. ഇവർക്കൊരു ക്ലാരിറ്റി ഇല്ല കറൻ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്. അതായത് നിങ്ങളെക്കുറിച്ചിട്ട് അന്വേഷിക്കാനായിട്ടോ നിങ്ങളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടോ വേറൊരു ഓപ്ഷനും ഇല്ല. കാരണം പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി ഇവിടെ വന്നേക്കുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ പേജ് ഓഫ് സോഴ്സിന് ക്ലാരിറ്റി ഇല്ലാത്തൊരു എനർജിയാണ്. മനസ്സിലായി? ഇൻഫോർമേഷൻസ് എവിടെ പോയി കളക്ട് ചെയ്താൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് കിട്ടും. നിങ്ങളുടെ കല്യാണം ആയോ, നിങ്ങൾ കല്യാണം കഴിച്ചോ, കല്യാണം ഇനി കഴിക്കാൻ വേണ്ടി കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണോ, എന്താണ് ഏതാണെന്നൊരു ഐഡിയ ഇല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇനി വേറെ ആരെങ്കിലും ചൂസ് ചെയ്തോ, ഈ ഒരു വ്യക്തി കഴിഞ്ഞ് ബെറ്റർ ആയിട്ടുള്ള ആരെങ്കിലും ചൂസ് ചെയ്തോ എന്നൊക്കെ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഇപ്പോൾ കറൻ്റ്ലി കണക്റ്റ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് ഈ ഒരു വ്യക്തി ഇവിടെ ചിന്തിക്കുന്നത്. ക്ലിയർ മെസ്സേജ് ആണിത്. ഓക്കെ, ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് എല്ലാം കൂടെ ചിന്തിച്ചിട്ട് തലയ്ക്ക് വട്ടുപിടിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യണം എന്ന് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. പക്ഷേ ഈ കോളോ മെസ്സേജോ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്, ഞാൻ കോളോ മെസ്സേജസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവൾക്ക് അല്ലെങ്കിൽ അവനൊരു മാരേജ് ഫിക്സ് ആയെങ്കിലോ, അല്ലെങ്കിൽ അവളോ അവനോ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലോ. സോ നിങ്ങൾ ടോട്ടലി ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തേക്കാണ്. കാരണം നിങ്ങളുടെ ഒരു ഇൻഫോർമേഷൻസും ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നിങ്ങൾ ഇൻഫോർമേഷൻസ് കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ സോഴ്സസും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് ഒരു ഔട്ട് സൈഡിൻ്റെ എനർജി ആയിരിക്കും ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ഒരു വിവരം അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, എന്തെടുക്കുകയാണോ ഒന്നും അറിയില്ല. നിങ്ങളും ഭയങ്കര സീക്രട്ടീവ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലുള്ള ഓരോ മൊമെൻറ്റ്സിനെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നിങ്ങൾ ഒരു കാര്യങ്ങളും ഒരു മനുഷ്യരോട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു എനർജി എന്ന് വെച്ചാൽ റീസെൻ്റ് ആയിട്ടുള്ളൊരു എനർജി അല്ല, നിങ്ങൾ നേരത്തെ മുതൽ നല്ല ബൗണ്ടറി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ലൈഫിലെ ഒരു കാര്യങ്ങളും ആർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെല്ലാം എന്താ പറയുക, എന്തൊരു കാര്യമാണെങ്കിൽ പോലും അത് എന്താ പറയുക, നിങ്ങളത് ഭയങ്കരമായിട്ടും സീക്രട്ടീവായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, സോ ആ ഒരു എനർജിയാണ് എനിക്കിവിടെ സെൻസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര പേടിയുണ്ട്. നിങ്ങൾ വെളിയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ടിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല. അപ്പോൾ എക്സാക്ട്ലി ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ എനിക്ക് കാണുന്ന ഈ ഒരു വ്യക്തിയിൽ. ഓക്കെ,
സോ യാ, ആൻഡ് ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇവരെന്തൊക്കെയോ ഇവരുടെ മൈൻഡ് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവത്തക്ക രീതിയിൽ. പക്ഷേ എങ്ങനെ കണക്ട് ചെയ്യും, ഏത് തരത്തിൽ കണക്ട് ചെയ്യും, പഴയ നിങ്ങളല്ലല്ലോ നിങ്ങൾ ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഏത് ചെയ്യും, എന്ത് ചെയ്താൽ നിങ്ങൾ റീകണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നൊന്നും ഈ ഒരു വ്യക്തിക്ക് അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ചിന്തിച്ച് 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 ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു സ്പെസിഫിക് വ്യക്തിയിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബോട്ടം കാർഡ്സിൽ നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോഡ്സ്. ഇവരുടെ ഈ ഒരു ഓവർ തിങ്കിങ് കാരണം കൊണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നിലോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവരുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയന് വരാൻ വേണ്ടി ഇവരെ സമ്മതിക്കാത്തത്. ഇവിടെ നമ്മുടെ കാല് കെട്ടി വെച്ചിട്ടിരിക്കുന്നത്, ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കാല് കെട്ടി വെച്ചിട്ടില്ല അല്ലേ, പക്ഷേ ഇവിടെ കൈയും കണ്ണും ഒക്കെയാണ് കെട്ടി വെച്ചിട്ടുള്ളത്. കാലുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും ഈ ഒരു കണക്ഷനിൽ. പക്ഷേങ്കിൽ ഇവർക്ക് അവരുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റീസ്, ഓവർ തിങ്കിങ്സ് ഒക്കെ കാരണം കൊണ്ട് ഇവർക്ക് ലിറ്ററലി വട്ടുപിടിച്ചിരിക്കുന്ന ഒരു അലർജി ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്കതാണ് ഇവിടെ കാണുന്നത്. 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഇവിടെ ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒരു കണക്ഷനിൽ ഇനി എങ്ങനെ ബാലൻസ് കൊണ്ടുവരും, ഈ ഒരു കണക്ഷനിൽ എങ്ങനെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും എന്നൊന്നും അറിയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കറൻറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. യെസ്, സയൻസ് നോക്കുവാണെങ്കിൽ ഏരീസ്, ലിയോ ആൻഡ് സജിറ്റേറിയസ്, ടോറസ്, വെർഗോ ആൻഡ് കാപ്രിക്കോൺ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സയൻസുകളാണ്. കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇതാണ്. മേ ബി ഈ ഒരു വ്യക്തിയുടെ സൺ, മൂൺ, റൈസിങ് സൈൻ സ്കോർപ്പിയോ ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം, വാട്ടർ സൈൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്, പൈസസ് ആവാം. ഓക്കെ, ഒരു ഹെർമിറ്റ് ഫേസിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കറൻ്റ്ലി. ജെമിനി, ലിബ്ര, അക്വേരിയസും ലിറ്റിൽ ബിറ്റ് എനിക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് മാറ്റർ അല്ല, നിങ്ങൾക്ക് എനർജി മാത്രമാണ് ഫോക്കസ് ചെയ്യാനുള്ളത്. 12 നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഇമ്പോർട്ടൻ്റ് ആണ്, 20 ഇമ്പോർട്ടൻ്റ് ആണ്, 2 ഇമ്പോർട്ടൻ്റ് ആണ്, 222 ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, 333, 555, 6, 8, 8, 888, 888 ഇമ്പോർട്ടൻ്റ് ആണ്, 888 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 9 ഇമ്പോർട്ടൻ്റ് ആണ്, 10 ഇമ്പോർട്ടൻ്റ് ആണ്, 444 ഇമ്പോർട്ടൻ്റ് ആണ്, 1111 ഏഞ്ചൽ നമ്പേഴ്സ്. ഏപ്രിൽ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്ടോബർ ഇമ്പോർട്ടൻ്റ് ആണ്, ഫെബ്രുവരി ഇമ്പോർട്ടൻ്റ് ആണ്, എഗെയിൻ ജൂൺ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, നോക്കട്ടെ നീ നെക്സ്റ്റ് എന്തെങ്കിലും എനർജീസ് വേറെ കിട്ടുന്നുണ്ടോയെന്ന്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള 2 വ്യക്തികളാണ്. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തിക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ഓപ്ഷൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയൊന്നുമല്ല നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി. ഒരു വ്യക്തി ഭയങ്കര പ്രാക്ടിക്കലാണ്, ഒരാൾ ഭയങ്കരമായിട്ടും ഇമോഷണലാണ്. യെസ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നുള്ളത്. കൂടുതലായിട്ട് ഇവർക്ക് അറിയേണ്ടത് നിങ്ങളുടെ കല്യാണം നടന്നു എന്നുള്ളതാണ്, നിങ്ങൾ മാരിഡ് ആയോ എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിക്ക് അറിയേണ്ടത്. ഓക്കെ, ഭയങ്കര ഹെവി എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ. ഇവർക്ക് ഏറ്റവും കൂടുതൽ കറൻ്റ്ലി അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ മാരേജ് സെറ്റായോ, നിങ്ങൾ മാരേജ് കഴിച്ചോ. കാരണം നിങ്ങൾ സെപ്പറേഷനിലാണ്, ലോങ് ആയിട്ടില്ല, നിങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വ്യക്തി ചിന്തിക്കും നിങ്ങൾക്ക് കല്യാണമൊക്കെ സെറ്റായോ, ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോയോ, നിങ്ങളുടെ മാരേജ് വല്ലതും ആയോ. ഇതാണ് ഈ ഒരു വ്യക്തിക്ക് കറൻ്റ്ലി അറിയേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വന്നു എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിക്ക് അറിയേണ്ടത്. കാരണം നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു എനർജിയാണ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിക്ക് അൺവിയറബിൾ ആണ്. സോ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു വ്യക്തിക്ക്. ഇപ്പോൾ അതാണ് ഈ ഒരു വ്യക്തിക്ക് കറൻ്റ്ലി അറിയേണ്ടത്. അതാണിപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഒരു കാർഡ് ഓൾറെഡി എൻ്റെ മൈൻഡിൽ വന്നൊരു കാർഡാണ്. നമ്മൾ ഈ ഒരു കാർഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഇത് ചാരിയറ്റ് ആണല്ലേ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ട്രാവൽ ചെയ്ത് വന്ന് നേരിട്ട് കണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഓക്കെ,
നിങ്ങളോട് നേരിട്ട് വന്ന് സംസാരിച്ച് നിങ്ങളെ കണ്ട് സംസാരിക്കണം എന്നവർ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണം. ഇവർ നിങ്ങളോട് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു തെറ്റുകൾക്ക് ഈ ഒരു വ്യക്തി ക്ഷമ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ ഭയങ്കര റിഗ്രഷൻ ഉണ്ട്. നിങ്ങളോട് ചെയ്തു പോയതിൽ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര റിഗ്രഷനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് ആണോ സംഭവിച്ചത് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഹാപ്പൻ ചെയ്തതാണ്. അങ്ങനെ നടക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്നോ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ അങ്ങനൊരു സംഭവം നിങ്ങളുടെ ഇടയിൽ എന്താണോ കറൻ്റ്ലി എക്സ്പെക്റ്റഡ് അല്ലാത്ത രീതിയിൽ നടന്നിട്ടുള്ളത്, ആ ഒരു സംഭവം ആ ഒരു വ്യക്തിനെ നല്ല രീതിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സ്പെസിഫിക് വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ ഒരു വ്യക്തി സോറി ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവർക്ക് നല്ല റിഗ്രഷനുണ്ട് ഇവർ ചെയ്തു പോയ തെറ്റിന്. ഒരു മിനിറ്റ്. ഈ ഒരു വ്യക്തി നിങ്ങളെ നേരിട്ട് കണ്ടു വന്നിട്ട് ഇവർ നിങ്ങളോട് ക്ഷമ ചോദിക്കും. ഈ ഒരു വ്യക്തി എനിക്കതാ ഇവിടെ കാണുന്നത്. ഇവർക്ക് നല്ല റിഗ്രഷൻ ഉണ്ട്. ഇവർ കറൻ്റ്ലി എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവർക്ക് നല്ല റിഗ്രഷൻ, ഇവർക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളതെന്ന്. നല്ല ബോധ്യമുണ്ട് ഇവിടെ. ഓക്കെ, അതിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല റിഗ്രഷൻ ഉണ്ട്. ഇവർ ചെയ്ത കാര്യം എന്തായാലും തെറ്റല്ലാന്ന് ഈ ഒരു തെറ്റാണെന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാം. ഇവർ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇവർക്ക് നിങ്ങളോട് ചെയ്തതിൻ്റെ കർമ്മ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല രീതിക്ക് കർമ്മ കിട്ടുന്നുണ്ട്. അതായത് ഇവർക്ക് നേരെ ചൊവ്വനെ ഇവർക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ടു ബി ഹോണസ്റ്റ് ഈ ഒരു വ്യക്തി നിങ്ങളെ എന്ന് പറ്റിച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയോ ഈ ഒരു വ്യക്തിക്ക് നേരെ ചൊവ്വനെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ഇവരുടെ പ്രവർത്തികൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഇവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്രമാത്രം ഈ ഒരു വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നു എന്ന് ഈ ഒരു വ്യക്തിക്ക് പോലും അറിയത്തില്ല. പക്ഷേ ഇവർക്ക് റിയലൈസേഷൻ ഉണ്ട്, ഞാൻ എന്താണോ ചെയ്തത് അതാണ് ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ അവളോട് എന്താണോ അല്ലെങ്കിൽ അവനോട് എന്താണോ ചെയ്തത് അതിനാണ് ഞാൻ അനുഭവിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ വരുമ്പോഴും ഇവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്തത് എന്താണോ അത് എന്നിലേക്ക് റിട്ടേൺ വരികയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആക്ഷൻ, ആ ഒരു ആക്ഷൻ അതിൻ്റെ ഓണറിനെ തിരക്കി ഏത് ടൈം വേണമെങ്കിലും വരാം. ഒരു സ്പെസിഫിക് ടൈം അല്ല. അതായത് നമ്മൾ എന്താണോ കൊടുത്തത് ആ ആക്ഷൻ നമ്മളിലേക്ക് വരും. ബിക്കോസ് നമ്മളാണ് അതിൻ്റെ ഓണർ അല്ലേ. അത് നമ്മളിലേക്ക് തന്നെ വരുള്ളൂ, വേറൊരാളിലേക്ക് പോകില്ല. സോ അതാണ് ഇവിടെ ഫീൽ ചെയ്തത്. ഈ ഒരു വ്യക്തി നിങ്ങളോട് എന്താണോ ചെയ്തത് ഈ ഒരു വ്യക്തിക്ക് അതിൽ നല്ല രീതിക്ക് റിഗ്രഷനുണ്ട്. ഇവർക്ക് നല്ലൊരു കർമ്മ കിട്ടുന്നുമുണ്ട്. നല്ല രീതിക്ക് ഈ ഒരു വ്യക്തി ഇത് ലേൺ ചെയ്യുന്നുണ്ട്. ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത് തെറ്റാണ്, എൻ്റെ തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇവർക്ക് ഓവർ തിങ്കിങ് ആണ്. ജോബ് സ്ഥലത്താണെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാണ്. ഫാമിലി ലൈഫിൽ ഭയങ്കര സ്ട്രെസ്സാണ്. ഇവരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടും പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു വ്യക്തി കറൻ്റ്ലി കടന്നു പോയി. ഫൈനാൻഷ്യലി ക്രൈസിസ് ആണ്. ഇവർക്കൊരു മനസ്സമാധാനം ഇല്ല. മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം പേപ്പറിൽ എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ജസ്റ്റ് ഇതല്ലാതെ ഈ ഒരു വ്യക്തിക്ക് മനസ്സമാധാനം എന്നുള്ള ഒരു കാര്യം ഇവരുടെ ഉള്ളിൽ ഭയങ്കര മെൻ്റൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിയിൽ ആളുകൾ നോക്കുമ്പോൾ ഫൈൻ ഓക്കെ എന്നുള്ളൊരു എനർജിയിലാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു എനർജിയിലല്ല ഉള്ളത്. ഇവരുടെ ഉള്ളിൽ ഒത്തിരി ഇന്നർ കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട്. ഒത്തിരി അധികം ഇന്നർ കോൺഫ്ലിക്ട്സ് ഇവർ ഒത്തിരി അധികം ചിന്തിക്കുന്നുണ്ട് ഇവിടെ. ഇവരെ ഓരോ ദിവസവും ഇവരുടെ പ്രവൃത്തി ഇവരെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് വേട്ടയായിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ പറയില്ലേ സെയിം കാര്യമാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം ചീറ്റിംഗ് ഇവരുടെ ലൈഫിലും നടക്കും അധികം വൈകാതെ. ബിക്കോസ് എനിക്കതാ ഇവിടെ കാണുന്നത്. ഇവർക്ക് അതിൻ്റെ പേടിയുണ്ട്. നിങ്ങളെ ഇവർ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചീറ്റിംഗ് ഇവരുടെ അടുത്തും നടക്കും, ഇവർക്കും ചീറ്റിംഗ് കിട്ടും എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട്. നല്ല ബ്രേവാണ്, ഇൻ്റലിജൻ്റ് ആണ്. നിങ്ങളോട് ചെയ്ത എന്താണോ അത് മനഃപൂർവ്വമാണ് ഈ ഒരു വ്യക്തി. സോ അതുകൊണ്ട് ഇവർക്ക് നല്ല പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല നിങ്ങളോട് എന്താണോ ചെയ്തത്, നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് നല്ല പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ്. അത്രയും പൂർണ്ണ ബോധ്യത്തോടു കൂടി ഒരു കാര്യം ചെയ്തതുകൊണ്ട് അത്രയും പൂർണ്ണ ബോധ്യത്തോടു കൂടി ഇവിടെ ഈ ഒരു വ്യക്തി ഇവരുടെ കർമ്മയും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണുന്നുള്ളത്.
ആൻഡ് കറൻ്റ്ലി ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പേടിയാണ്. നിങ്ങൾ ഏത് രീതിക്ക് പ്രതികരിക്കും, നിങ്ങൾ ഇനി ഇവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര പേടിയുണ്ട്. അതായത് നിങ്ങളിലേക്ക് നിങ്ങളെ ഈ കാണാൻ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം ചിലവഴിക്കാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തി പറയുമോ എന്നൊക്കെ ഒരു വ്യക്തി പേടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും. ആൻഡ് ദാറ്റ് ഈസ് കർമ്മ, റൈറ്റ് അല്ലേ? എല്ലാവരും ചിന്തിക്കുന്നുണ്ട് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള സെയിം കാര്യം അവിടെ സംഭവിക്കുന്നതാണെന്നുള്ളത്. അതെ, അതുമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ചെറിയ 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 സ്റ്റെപ്പുകളാണ് സമാധാനം ഇല്ലായ്മ, ഉറക്കമില്ലായ്മ, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഇന്നർ പീസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് കർമ്മയുടെ തുടക്കം. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, നിങ്ങളുടെ കർമ്മ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇതൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കാർമിക് റീഡിംഗ് അല്ല, ഭയങ്കര കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആയിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതൊരു ആക്ഷനും, അതായത് ഇവരുടെ ആക്ഷൻ എന്തായിരുന്നു ആ ഒരു ആക്ഷൻ ഇവരിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ